നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുമ്പോൾ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗിഗ് പ്ലാറ്റ്ഫോം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു നിയമവും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷിതത്വവും ഉറപ്പാക്കണം എന്നുള്ള ആശയവും, അതുപോലെ തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ തൊഴിലാളി എന്നുള്ള നിർവചനത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയവുമായിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഇവിടെ ആരംഭിക്കുകയും ആ ട്രേഡ് യൂണിയൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ എന്നുള്ള ട്രേഡ് യൂണിയൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സമരങ്ങളും ഒരുപാട് പ്രതിഷേധങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് സർക്കാരിലേക്ക് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നം അവതരിപ്പിക്കുകയും സർക്കാർ ഇതിനൊരു പ്രത്യേക സമിതി വെച്ചുകൊണ്ട് തന്നെ അതിനകത്ത് കിലയും അതുപോലെ പിന്നെ KSIDC അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളിലെ പഠനവും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളെല്ലാം വരെയും വെച്ച് നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് കേരള സർക്കാരിന് അത് ബോധ്യപ്പെടുകയും നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ഇതിന് മുൻകൈയെടുത്തുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇത് ഒരു അവതരണം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ വരുന്ന കഴിഞ്ഞ മാസം 5-ാം തീയതി ഒരു കരട് ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം തുടങ്ങുന്ന, അതായത് നാളെ 4/10/2024 വെള്ളിയാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ 18-ാം തീയതി നിയമസഭ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു ബില്ല് അവതരിപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം. പക്ഷെ 2 ദിവസം മുമ്പ് മാതൃഭൂമി ന്യൂസ് പേപ്പറിനകത്ത്, ദിനപത്രത്തിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അതിൻ്റെ ഉള്ളടക്കം കൂടെ ഞാനത് പറഞ്ഞു പോകാം. ഉള്ളടക്കം എന്ന് പറയുമ്പോൾ 2 ബില്ലുകൾ, അതായത് ഉദ്യോഗസ്ഥർ ഉടക്കിട്ടു, നിയമസഭ തുടങ്ങാനിരിക്കെ ഉദ്യോഗസ്ഥർ ഉടക്കിട്ടു 2 ബില്ലുകൾ ചുവപ്പ് നാടയിൽ, ഇതായിരുന്നു അതിൻ്റെ ഹെഡ്ലൈന്. അപ്പോൾ ഇതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ 2 ബില്ലുകളിൽ ഒരെണ്ണം ഗിഗ് തൊഴിലാളികളുടെയാണ്, അതുപോലെ ഒരെണ്ണം വന്നിട്ട് ഗാർഹിക തൊഴിലാളികളുടെയാണ്. അപ്പോൾ ഇതിനകത്ത് ലേബർ സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. അതിനകത്ത് ഈ ഗാർഹിക തൊഴിലാളികളുടെ ഈ പ്രശ്നം ബില്ല് വരുമ്പോൾ അതിനകത്ത് വീട്ടുകാർ, അതിൻ്റെ ഉടമസ്ഥർ വില്ലന്മാരാകുന്നു എന്നുള്ള ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. അപ്പോൾ അത് വളരെ ഒരു ആശയക്കുഴപ്പം എന്നുള്ള നിലയിൽ അതും ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയം അല്ല എങ്കിൽ പോലും അതും തൊഴിലാളികളുടെ വിഷയമാണ്. ആ ഒരു വിഷയത്തിനകത്തും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എന്താ പറയുക, ഒരു തടയിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഗിഗ് തൊഴിലാളികളുടെ ബില്ലിനകത്തും അവരിപ്പോൾ പറയുന്ന വാദം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് വേണ്ടിയിട്ടൊരു നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. അത് വരുമ്പോൾ നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവരുന്ന ഇതിനകത്തൊരു തടസ്സമാകില്ലേ എന്നുള്ളൊരു ചോദ്യമായെന്ന് ഒരു ആശങ്കയാണ് തൊഴിൽ വകുപ്പ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും ഇതുവരെയും ഈ ഒരു സമയം വരെയും കേന്ദ്ര സർക്കാർ ഈ ഒരു മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള പരിശ്രമവും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതും അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ 2 ബില്ലുകളും ഒരു അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു ആശയക്കുഴപ്പമായിട്ടുള്ള ഒരു സംഗതിയുമാണ്. അപ്പോൾ അടിയന്തരമായിട്ട് തന്നെ കേരളത്തിൻ്റെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അത് മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു ചർച്ചയും അതിനകത്ത് വന്നിരുന്നു, ഈ മാതൃഭൂമി ദിനപത്രത്തിനകത്ത് തന്നെ. അപ്പം ഈ ദിനപത്രത്തിനകത്ത് വന്ന വാർത്ത എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യത്തിനകത്തും സംശയമുണ്ട്. എന്തായാലും അങ്ങനെ ആണെങ്കിൽ തന്നെയും നമ്മുടെ മന്ത്രിസഭാ യോഗം ഇന്ന് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 18-ാം തീയതിക്ക് മുമ്പ് തന്നെ നിയമസഭ കൂടുന്നതിനകത്ത് ഒരു ദിവസം നമ്മുടെ ബില്ല് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ബില്ല് അവതരിപ്പിച്ചാലും ഒരുപാട് തൊഴിലാളികൾക്ക്, ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് തൊഴിലാളികൾക്ക് ആശയക്കുഴപ്പമുണ്ട്. കാര്യം നമ്മുടെ സാമൂഹ്യ സുരക്ഷിതത്വം മാത്രമാണോ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇതിനകത്ത് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് 25 രൂപ എന്നുള്ള ഒരു റേറ്റ് കാർഡിലാണ്
ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ ഏകദേശം 6 വർഷത്തോളമായി കേരളത്തിനകത്ത് ഈ ഒരു തൊഴിൽ സംരംഭം വന്നിട്ട്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു 25 രൂപ എന്നുള്ള നിരക്കിലാണ് പണിയെടുക്കുന്നത്. ഒരു തൊഴിലാളി ഏകദേശം 5 കിലോമീറ്റർ 25 രൂപയുടെ റേറ്റ് കാർഡിൽ ഫുഡ് കൊടുത്തിട്ട് തിരിച്ച് 5 കിലോമീറ്റർ തന്നെ അകത്തോട്ട് വരേണ്ട ഒരവസ്ഥയും ഉണ്ട് ഇതുവരെ. അതിന് അടയ്ക്ക് തന്നെ ഈ മേഖലയിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കൊരു നിയമം വേണമെന്നും ആ നിയമത്തിനകത്ത് നിന്ന് മാത്രമേ നമുക്ക് ഒരു പരിരക്ഷ ഉണ്ടാവൂ എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കാനായിട്ട് സർക്കാരിനെ നമ്മൾ സമീപിച്ചിരുന്നത്. എന്തായാലും ഇതുവരെയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ 2 വർഷക്കാലങ്ങളായിട്ടും. ഏകദേശം തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ ഏകദേശം 5-6ഓളം അവരുടെ തന്നെ ഹബ്ബുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുന്ന അവരുടെ ഹബ്ബുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഒരു സിസ്റ്റം അവർ കൊണ്ടുവരുന്നത്, പുതിയതായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്തെടുക്കുന്ന തൊഴിലാളികൾക്ക് 15 രൂപയുടെ റേറ്റ് കാർഡാക്കി കുറച്ചു എന്നുള്ളതാണ്. അതിനകത്ത് ഏറെക്കുറെ കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുമുണ്ട്. അപ്പോൾ അതൊന്നും വ്യക്തത വരുത്താതെയാണ് ഇപ്പോഴും ഈ ഒരു മേഖലയിലെ തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമം വരുമ്പോൾ ഇതിനകത്തു നിന്നുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്താണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഉദ്യോഗസ്ഥർ ഇതുപോലെ ഒരു ഇടങ്കോലുമായിട്ട് വന്നിരിക്കുന്നതെന്നും കൂടെ മാന്യ സുഹൃത്തുക്കളും തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഈ തൊഴിലിനെ നമ്മൾ ആശ്രയിക്കുന്നത് പോലെ ഈ സ്വിഗ്ഗിനെയും സൊമാറ്റോനെയും ഫുഡ് ഡെലിവറിയും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഓല, ഊബർ ഈ മേഖലയെ ആശ്രയിക്കുന്ന കസ്റ്റമേഴ്സിനും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇടുന്നത്. എന്തായാലും 2 വർഷക്കാലം കാത്തിരുന്ന ഈ ഒരു തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ട പരിരക്ഷ കിട്ടുമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇതുപോലെ ഒരു വിരാമം, അതായത് ഇതിനകത്തൊരു എന്താ പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇടങ്കോലിട്ട് നിർത്തുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പോൾ നമ്മുടെ തൊഴിലാളികളെ മാത്രമല്ല, ഇത് കസ്റ്റമേഴ്സ് ഉണ്ട്. സ്വിഗ്ഗിയിലെയും സൊമാറ്റോയിലെയും ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലെയും ഓലയിലെയും ഊബറിലും ഒക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമറുണ്ട്. അപ്പോൾ കസ്റ്റമർക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർക്ക് എത്ര രൂപയാണ് ഇതിനകത്ത് പ്രതിഫലമായിട്ട് കിട്ടുന്നതെന്ന് ഏകദേശം 150-250 രൂപയോളം ഇവർ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും 25 രൂപയാണ് 5 കിലോമീറ്റർ ഓടാനായിട്ട് ഈ തൊഴിലാളികൾക്ക് ഈ മാനേജ്മെൻറ്റുകളെല്ലാം ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അവർക്ക് ഏകദേശം 23 രൂപ ഒരു പെർ പീസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യകാലങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അതിപ്പോൾ 13 രൂപ 15 രൂപയാക്കി ചുരുക്കിയിട്ടുമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടാക്സിയും അതുപോലെ തന്നെ ഓട്ടോ മേഖല ഊബർ, ഓല ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥയും അവരുടെ ആപ്പ് തന്നെ അന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവർ ജോലി എടുത്തില്ലെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ഓണാക്കിയാൽ പോലും ഏകദേശം 49 രൂപ പ്ലാറ്റ്ഫോം ഫീസായിട്ട് അവർ അതേ തൊഴിലാളിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, സ്വന്തമായിട്ട് അവരുടെ വാഹനം അവർ ചിലപ്പോൾ ഒരു ഫിനാൻസിലായിരിക്കും എടുത്തിരിക്കുന്നത്. ഒരു മാസമാകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 1500 രൂപ ഈ ഒരു വഴിക്ക് ഈ കമ്പനികളെല്ലാം വസൂലാക്കുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മേഖലയിൽ ഏകദേശം ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ആമസോണും ഫുഡ് ഡെലിവറി ആപ്പുകളായിട്ടുള്ള സ്വിഗ്ഗി, സൊമാറ്റോ ഇതിപ്പോൾ ഇത്രയും ആപ്പുകൾ മാത്രമല്ല, ഇപ്പം പുതിയതായിട്ട് പോർട്ടറും അതുപോലെയുള്ള പുതിയ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ഇതെല്ലാം തൊഴിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തൊഴിൽ സ്വീകരിക്കുക എന്നുള്ളൊരു നിലയാണ്. ഇപ്പം ഒരു സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ ഒരു 2 വീലറും ലൈസൻസും ഉണ്ടെങ്കിൽ ഒരു തൊഴിൽ നമുക്ക് കരസ്ഥമാക്കാനും സാധിക്കും എന്നുള്ളൊരു നിലയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ തന്നെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നുണ്ട്. MBBS അതുപോലെ തന്നെ LLBയും എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഫുഡ് ഡെലിവറി മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ പഠനത്തിനോടൊപ്പം തന്നെ ഒരു ഉപജീവനവും അതുപോലെ തന്നെ അവരുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള വരുമാനം ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു കൂട്ടം തൊഴിലാളികൾ ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഈ ഒരു തൊഴിൽ മേഖലയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് കഴിയുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ് പിന്നെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ നിശ്ചയിച്ചത്. പക്ഷേ
അതിൽ ഏറെക്കുറെ എത്രത്തോളം സാധ്യമാകും എന്നുള്ള ഒരു അവസ്ഥയിലാണിപ്പോൾ എല്ലാവരും. എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. ഇതിനകത്ത് മന്ത്രിസഭ മിനിസ്റ്റർമാരെല്ലാവരും ഇടപെട്ടുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു നിയമം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാവും എന്നുള്ളത്. എന്തായാലും അറിയാത്ത ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഈ രാത്രിയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ രൂപവും ആ ജീവിതത്തെക്കുറിച്ചിട്ട് മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. എല്ലാവരും കാണുക. ഇനിയുള്ള നിയമസഭാ സമ്മേളനത്തിനകത്ത് ഈ ഒരു ബില്ല് അവതരിപ്പിച്ച് ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ തൊഴിലാളികൾക്ക് ഇടയിൽ തന്നെ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ വിളിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റുകളെ വിളിക്കും. എല്ലാ മാനേജ്മെൻറ്റുകളെയും വിളിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പുതിയ ഒരു സ്ട്രക്ചറോടുകൂടി തന്നെ ഒരു മേഖലയിലെ തൊഴിലാളികൾക്ക് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ളതും കൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു ബില്ല് അവതരണം നടന്നാൽ തന്നെ ഉടൻ തന്നെ അതിനകത്ത് പുതിയ റേറ്റ് കാർഡ് മാറുന്ന ഒരു പ്രവണതയല്ല. അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് സമയവും എടുക്കും. അതിപ്പോൾ ഗാർഹിക തൊഴിലാളിയുടെ ബില്ല് നേരത്തെ പാസ്സായതാണ്. പക്ഷെ അതും ഇപ്പോൾ പ്രാബല്യത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്താണ് ഇപ്പം തടസ്സം നിൽക്കുന്നത്. അപ്പോൾ സമയമെടുക്കും. എന്തായാലും ഈ ഒരു ബില്ലിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ മാക്സിമം എല്ലാ പേരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ പേർക്കും രാത്രി തന്നെ ഒരു നന്ദി, നമസ്കാരം.